ഷോർട്സിലൊക്കെ കൂടുന്നതിന് ഒരു പരിമിതി ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഈ ബില്യൺ കണക്കിന് പോകണം നമ്മളുടെ ഷോർട്സൊക്കെ. നമുക്ക് അത്രയും ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. ഞാൻ റൂമിലാണെന്ന് പറയുന്നത് മിക്കു ബ്രോ പറയുന്നുണ്ട്. ആണോ മുത്തേ? ഓക്കെ ഓക്കെ ഓക്കെ. നീ റൂമിൽ നീ ഭക്ഷണം കഴിച്ചോ മിക്കു? മിക്കു പോവുകയാണോ എന്ന് സാഗർ ബ്രോ ചോദിക്കുന്നുണ്ട്. ചങ്ക് പ്രവാസികൾക്ക് വേദന ആരും മനസ്സിലാക്കില്ല. മീ ജി കാണുമ്പോൾ ഫിറോസിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. അത് ഇവിടെ വന്ന് അനുഭവിക്കണം എന്നാലേ മനസ്സിലാകൂ സാഗർ എന്ന് പറയുന്നുണ്ട്. സത്യമാണ്. ഒരു പ്രവാസികൾ പറയുന്ന ഒരു അതായത് പ്രവാസ ജീവിതവും ഖബർ ജീവിതവും അറിയണമെന്നുണ്ടെങ്കിൽ പോയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഇവിടെ പറയാറുള്ളത്. അതാണ് ഞങ്ങളുടെ ഒരു രീതി. ഞങ്ങളിവിടെ അങ്ങനെ ഖബർ ജീവിതവും പ്രവാസ ജീവിതവും പോയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുക, നമ്മൾ ഫ്രീ വർക്കാണ്, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിലും ഇവിടെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. ഈ 4 ചുവർ നമുക്ക് വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു ലോകമില്ല, ഒന്നുമില്ല. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, ഉറങ്ങുന്നു, കഴിക്കുന്നു. ഈ ഇതിങ്ങനെ റൊട്ടീൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല ഇവിടെ. മനസ്സിലായില്ലേ? നമ്മളെല്ലാം നാട്ടുകാരും വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് കുറേ പണം ഉണ്ടാക്കും. കുറേ വയസ്സാകുമ്പോൾ നമ്മൾ നാട്ടിൽ വരും. അപ്പം ചിലപ്പോൾ നമുക്ക്